ഇന്നലെ മറ്റൊരു വിഷയം, അതൊരു പക്ഷേ രാഷ്ട്രീയ നാടകമെന്ന് BJP ഉൾപ്പെടെയുള്ള കക്ഷികൾ ഒക്കെ വിലയിരുത്തുന്ന, വിശദീകരിക്കുന്ന ഒരു വാർത്തയിലേക്ക്. കാരണം അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്നു, അതിനുശേഷം അദ്ദേഹം രാജിപ്രഖ്യാപനം നടത്തുന്നു. 2 ദിവസത്തിനകം രാജി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്ന സൂചന. എന്തായാലും രാജി എന്തിനായിരിക്കും അദ്ദേഹം ഇങ്ങനെ ഒരു നിലപാട് എടുത്തത് എന്നതാണ്. കാരണം ജയിലിൽ പോയി അവിടെ നിന്ന് ഭരിക്കാനൊക്കെ വളരെയധികം ഉത്സാഹം കാണിച്ചു. രാജി ആവശ്യം നിരന്തരം ഉയർന്നിട്ടും ആ സമയത്ത് കുറ്റാരോപിതനായി ജാമ്യം നിഷേധിക്കപ്പെട്ട് ജയിലിൽ കിടന്നപ്പോൾ രാജിവെക്കാത്തയാൾ. മാത്രമല്ല, ഡൽഹിയിൽ പ്രകടമായി തന്നെ ഭരണസ്തംഭനമുണ്ടായിരുന്നു, ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ആ സമയത്ത് പോലും അതിൽ നിന്നും മാറാത്ത ഒരാൾ ഇനി ഹരിയാന ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പുകളാണോ എന്നതാണ് സംശയം. എന്തായാലും 2 ദിവസത്തിനകം ഈ ഒരു രാജി ഔദ്യോഗികമായി സമർപ്പിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി തിരഞ്ഞെടുക്കാതെ മുഖ്യമന്ത്രി പദത്തിലേക്കില്ല എന്ന് ഇന്നലെ കെജ്രിവാൾ പറഞ്ഞിരുന്നു. പക്ഷേ പുതിയ മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന ചോദ്യം, സിസോദിയ ആകില്ല എന്ന് കെജ്രിവാൾ പറഞ്ഞു വയ്ക്കുമ്പോഴും മറ്റ് വടംവലികളുണ്ട്. അതാണ് ഇനി ഒരു തർക്കം രൂക്ഷമാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആം ആദ്മിയെ കൊണ്ടെത്തിക്കുന്നതും കൂടുതൽ കൺഫ്യൂഷനിലേക്ക് എത്തിക്കുന്നതും. നന്ദൻ ചേരുന്നുണ്ടല്ലേ? യെസ്, നന്ദഗോപൻ ഒറ്റയ്ക്കാണ് പോരാട്ടം ഈ ദിവസങ്ങളിൽ. നന്ദൻ, സുപ്രഭാതം, സ്വാഗതം പുത്തൻപുലരിയിലേക്ക്. നമ്മൾ എന്താ കാണുന്നത്? മറ്റേ ചിന്താവിഷ്ടയ ശ്യാമളയിലെ പോലെയാണോ? അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറയിപ്പിക്കാനുള്ള ശ്രമമാണോ കേജ്രിവാളിൻ്റെത്? പ്രദീപ്, വളരെ നാടകീയമായ നീക്കങ്ങളാണ് ഡൽഹിയിൽ നടക്കുന്നത്. ഏതായാലും BJPയുടെ ഒരു സമ്മർദ്ദ ഫലങ്ങളൊക്കെ തന്നെ ഫലം കണ്ടു എന്ന് വേണം വിലയിരുത്തുവാൻ. ഈ പൊതുമേഖലയിലുണ്ടായിരുന്ന ഡൽഹിയിലെ മദ്യവിതരണം അത് സ്വകാര്യ മേഖലയ്ക്ക് നൽകിയത് വഴി കോടിക്കണക്കിന് രൂപ കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ സമ്പാദിച്ചു എന്നുള്ളതാണ് CBI കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തിഹാർ ജയിലിൽ അടയ്ക്കപ്പെട്ടതും അതിനുശേഷം സുപ്രീം കോടതിയുടെ ഇടപെടലിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പുറത്തിറങ്ങിയത്. അതിനുശേഷം പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തപ്പോഴാണ് 48 മണിക്കൂറിനുള്ളിൽ താൻ രാജിവെക്കുമെന്നുള്ള കാര്യം പ്രവർത്തകരെ അറിയിച്ചത്. അതേസമയം മറ്റൊരു മുഖ്യമന്ത്രി താൽക്കാലികമായി ഏതാണ്ട് ഫെബ്രുവരിയിലോടുകൂടി ഡൽഹിയിൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അതുവരെ മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നുള്ള കാര്യവും അദ്ദേഹം സൂചിപ്പിച്ചു. അതേസമയം ആരാകും ആ മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ചിട്ടുള്ള തർക്കം നിലനിൽക്കുകയാണ്. മനീഷ് സിസോദിയ മുഖ്യമന്ത്രി ആകില്ല എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ അരവിന്ദ് കെജ്രിവാൾ നൽകിയിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അതിഷിയെ ഒരു വിഭാഗം MLA-മാർ ഇതിനോടകം തന്നെ പിന്തുണയ്ക്കുന്നുണ്ട്. അതിഷിയെ കൂടാതെ ഗോപാൽ റായ് രംഗത്തുണ്ട്, അതേപോലെ തന്നെ കൈലാഷ് ഗെലോട്ട്. ഇവർ 3 പേരാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് എന്നുള്ള സൂചനകളാണ്. അതായത് മന്ത്രിമാരായ അതിഷി, ഗോപാൽ റായ്, കൈലാഷ് ഗെലോട്ട്. ഇവർ 3 പേരും 3 കോണുകളിലായി നിന്ന് ഇപ്പോൾ ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി വലിയ വടംവലി, ചരടുവലികളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. അതേസമയം ഒരു വിഭാഗം MLA-മാർ അരവിന്ദ് കെജ്രിവാൾ തന്നെ മുഖ്യമന്ത്രിയെ തുടരണമെന്നുള്ള ആവശ്യം നിലനിർത്തുകയാണ്. ഏതായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭ്യമാകുന്നത്. കാര്യം 48 മണിക്കൂറിനകം അദ്ദേഹം രാജിവെക്കുമെന്നുള്ള പ്രഖ്യാപനമായിരുന്നു നടത്തിയിരുന്നത്. ഏതാണ്ട് 48 മണിക്കൂർ തീരാൻ ഇനി നാളെ ഒരു ദിവസം കൂടി മാത്രമാണ് സമയം അവശേഷിക്കുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഇന്ന് അല്ലെങ്കിൽ നാളെ ഈ രാജി സമർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും വലിയ ഒരു സമ്മർദ്ദം ഈ പല ഭാഗങ്ങളിൽ നിന്നും MLA-മാരുടെ ഭാഗത്തു നിന്നും അടക്കം കെജ്രിവാളിന് ഉണ്ടാകുന്നുണ്ട് അദ്ദേഹം ഈ പദവിയിൽ തുടരണമെന്നുള്ളത്. അതേസമയം മറ്റു കോണിൽ ആരാകും മുഖ്യമന്ത്രി എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ചരടുവലികളും നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം BJP ഇതൊരു രാഷ്ട്രീയ നാടകമായി തന്നെയാണ് വിലയിരുത്തുന്നത്. എന്തിനാണ് ഈ 2 ദിവസം അല്ലെങ്കിൽ രാജിവെക്കാൻ 2 ദിവസം എന്നുള്ള ചോദ്യമാണ് BJP ഉയർത്തുന്നത്. കെജ്രിവാളിന്റെ നാടകങ്ങൾ അവസാനിച്ചിട്ടില്ല എന്നും BJP ചൂണ്ടിക്കാണിക്കുന്നു. കെജ്രിവാൾ തുടരണമെന്നുള്ള MLA-മാരും അതേപോലെ തന്നെ പാർട്ടി അടക്കമുള്ളവർ മുന്നോട്ട് വെക്കുന്നതും അതും രാഷ്ട്രീയ നാടകങ്ങളുടെ ഭാഗമാണ് എന്നുള്ളതാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഇനിയൊരു അഗ്നിപരീക്ഷണത്തിലൂടെ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിലൂടെ മാത്രമേ വീണ്ടും അധികാരത്തിലേക്കുള്ളൂ എന്നുള്ള നിലപാടിൽ ഉറച്ചാണ് ഇപ്പോൾ കെജ്രിവാൾ നിൽക്കുന്നത്. നന്ദൻ, ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ശുഭാപ്തി വിശ്വാസം അല്ലെങ്കിൽ അമിത ആത്മവിശ്വാസം പോലെ തന്നെ കാര്യങ്ങൾ ഭവിക്കുമോ? കാരണം ഭരണവിരുദ്ധ വികാരം അത് ഈ മദ്യനയ അഴിമതി കേസ് പുറത്തു വന്നപ്പോൾ മാത്രമല്ല അതിനു മുമ്പ് തന്നെ ഡൽഹിയിൽ നിലനിൽക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ഡൽഹിയിൽ വലിയ രീതിയിൽ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യമാണ് നിൽക്കുന്നുള്ളത്. പ്രത്യേകിച്ച് ഈ അടുത്ത സമയത്ത് ഉണ്ടായ കുടിവെള്ള പ്രശ്നം, അതേപോലെ തന്നെ മഴ മൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ വലിയ കാര്യമായി തന്നെ ജനങ്ങൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ജനങ്ങളെ നേരിട്ട് ബാധിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. ഒന്ന് കുടിവെള്ള വിഷയമാണ്. കുടിവെള്ളം യഥാസമയം എത്തിക്കുവാൻ വലിയ രീതിയിലുള്ള പരാജയം ഈ ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ മഴയാണ്. മഴയുമായി ബന്ധപ്പെട്ട് വെള്ളക്കെട്ടുകൾ, അതിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നു, മരണങ്ങൾ വരെ സംഭവിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതേസമയം സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടികളുമില്ല എന്നുള്ള ആക്ഷേപങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഡ്രെയിനേജ് സംവിധാനമടക്കം അതെല്ലാം വൃത്തിയാക്കേണ്ടതൊക്കെ ചുമതല സ്വാഭാവികമായും സംസ്ഥാന സർക്കാരാണ്. അത്തരം നടപടികളിലേക്കൊന്നും തന്നെ കടക്കാതെ കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രം ഉയർത്തിക്കൊണ്ട് തടിതപ്പുവാനുള്ള ആം ആദ്മി പാർട്ടിയുടെ ശ്രമങ്ങൾ അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞതിനോടകം തന്നെ ചർച്ചയായ വിഷയമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ, അതായത് മൊത്തത്തിൽ ഒരു സാഹചര്യം അപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് പ്രതികൂലമായി നിൽക്കുകയാണ്. അതിന് ഉദാഹരണമായിരുന്നു ഡൽഹിയിൽ അടുത്ത് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുഴുവൻ സീറ്റുകളും 7 സീറ്റുകളും BJP നേടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമായും അതുപോലെ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് വലിയ വിജയമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ അവർ മുന്നോട്ട് വെക്കുന്നു. പ്രത്യേകിച്ച് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ തന്നെ അനുകൂലമായി നിൽക്കുമ്പോൾ അത് BJP ഗുണമായി വരുമെന്നുള്ളതാണ് BJP നേതൃത്വത്തിന്റെ കണക്കൂട്ടൽ. അതേസമയം ആം ആദ്മി പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചില പരിങ്ങലുകൾ നിലനിൽക്കുന്നു. വലിയ അഴിമതി ആരോപണങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് മദ്യനയ അഴിമതി അടക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ജനങ്ങൾക്കുള്ളിൽ ആം ആദ്മി പാർട്ടിക്കെതിരെയുള്ള വികാരം ഉയർന്നിട്ടുണ്ട്. അത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായും നന്ദൻ പറഞ്ഞ പോലെ തന്നെ ഇനി നമുക്ക് കാത്തിരുന്ന് കാണാതെ നിർവാഹമില്ല. കാരണം 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയാണ് ജനം പ്രതികരിക്കുക എന്നത് അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഹരിയാനയിൽ വളരെയധികം താല്പര്യവും ഉണ്ടാവും, കുറച്ച് കൂടുതൽ. അതിന് പ്രകടമായ കാരണങ്ങളുമുണ്ട്. ശരി, എന്തായാലും അതിനെല്ലാം ഇരിക്കട്ടെ. നമുക്ക് ഈ 2 ദിവസത്തിനകം, അല്ലെങ്കിൽ കെജ്രിവാൾ പറഞ്ഞ വാക്ക് പാലിക്കുമോ എന്നതാണ് ആദ്യം അറിയേണ്ടത്. 48 മണിക്കൂറിനകം അയ്യോ അച്ഛാ പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് പുറകിൽ നിന്ന് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു മുഖ്യമന്ത്രിയെ കണ്ടെത്താനാകാതെ വരുമ്പോൾ ഫാക്ടർ വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. കെജ്രിവാൾ എന്ന് സ്ഥാപിച്ചെടുക്കാനാണോ? ഏതായാലും നമുക്ക് കാണാം.